മക്കളെ, നമുക്കെല്ലാവർക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുപോലെ 3 ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പം 3 സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പം 3 ഇൻറ്റു സൈഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ക്വസ്റ്റ്യൻ നോക്കാം. In an equilateral triangle, one side is √3 + 1. Find its perimeter. അതായത് ഒരു ഇക്വിലാറ്ററൽ ത്രികോണത്തിന്റെ ഒരു വശം √3 + 1 ആയാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് √3 + 1 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. സൈഡ് √3 + 1 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സൈഡ്, അതായത് 3 ഇൻറ്റു √3 + 1, അല്ലെങ്കിൽ നമുക്ക് കിട്ടും 3 ഇൻറ്റു, നമുക്ക് √3യുടെ വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 1.732. അപ്പൊ നമുക്ക് 3 ഇൻറ്റു 1.732 പ്ലസ് ഈ 3 നമ്മൾ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3√3 + 3 എന്ന് വരും അല്ലേ. 3 ഇൻറ്റു √3 + 1 എന്ന് പറയുമ്പോൾ 3√3 + 3 എന്ന് വരും. അപ്പൊ 3√3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1.732 + 3. ഇനി നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. 3 ഇൻറ്റു 1.732 എന്ന് പറഞ്ഞാൽ 5.196 + 3, അതായത് പെരിമീറ്റർ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 8.196 എന്ന് നമുക്ക് ആൻസർ കിട്ടും.